മതവിദ്വേഷ പരാമർശത്തിൽ പി.സി. ജോർജിനെതിരെ കേസെടുക്കണമെന്ന ഹർജിയിൽ പോലീസിനോട് റിപ്പോർട്ട് തേടി തൊടുപുഴ മജിസ്ട്രേറ്റ് കോടതി ഒരാഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകണമെന്നാണ് നിർദ്ദേശം. സ്വകാര്യ അന്യായം മജിസ്ട്രേറ്റ് കോടതി അടുത്ത ബുധനാഴ്ച വീണ്ടും പരിഗണിക്കും. ആൽവിൻ തോമസ് നൽകും കൂടുതൽ വിവരങ്ങൾ. ആൽവിൻ, എന്തൊക്കെയാണ് കോടതി പറഞ്ഞിരിക്കുന്നത്? HRDSന്റെ വേദിയിൽ പി.സി. ജോർജിന്റെ വിദ്വേഷ പ്രസംഗത്തിലാണ് ഇപ്പോൾ പോലീസിനോട് കോടതി നോട്ടീസ് അയച്ചിരിക്കുന്നത്. തൊടുപുഴ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ഈ സ്വകാര്യ അന്യായം ഫയലിൽ സ്വീകരിച്ചുകൊണ്ട് ഇപ്പോൾ അത്തരത്തിലൊരു ഉത്തരവിട്ടിരിക്കുന്നത്. ഒരാഴ്ചയ്ക്കുള്ളിൽ കോടതി ഈ വിഷയത്തിൽ എന്ത് നടപടി പോലീസ് സ്വീകരിച്ചു എന്നുള്ള ആവശ്യപ്പെട്ടുള്ള റിപ്പോർട്ട് നൽകാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് തൊടുപുഴ പോലീസിനാണ് ഇത്തരത്തിൽ കോടതിയുടെ നിർദ്ദേശം ഉള്ളത്. അടുത്ത ബുധനാഴ്ച ഈ കേസ് വീണ്ടും എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ റിപ്പോർട്ട് സമർപ്പിക്കണം എന്നുള്ളതാണ് കോടതി അറിയിച്ചിട്ടുള്ളത്. തൊടുപുഴയിലെ RSS അനുകൂല സംഘടനയായ HRDS സംഘടിപ്പിച്ച പരിപാടിയിലാണ് ചില മതവിദ്വേഷ പ്രസംഗം പി.സി. ജോർജ് നടത്തിയത്. പരിപാടിയുടെ സംഘാടകനായ HRDSന്റെ സെക്രട്ടറി അജി കൃഷ്ണനെതിരെയും കേസെടുക്കണമെന്നും ഈ സ്വകാര്യ ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത്തരമൊരു ഹർജി നൽകിയിരിക്കുന്നത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി TS അനീഷാണ്. ഇത്തരം വിഷയം കാട്ടി കോടതിയെ സമീപിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കോടതി പോലീസിനോട് റിപ്പോർട്ട് തേടിയിരിക്കുന്നത്. എന്ത് നടപടിയാണ് ഈ വിഷയത്തിൽ പോലീസ് സ്വീകരിച്ചത് എന്നുള്ളതാണ് റിപ്പോർട്ടായി കോടതിയിൽ സമർപ്പിക്കണമെന്ന് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. ശരി, ഓക്കെ. ആൽവിൻ തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്.